നമസ്തേ. ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിവരങ്ങൾ ഭാഗികമായി പുറത്തു വന്നിരിക്കുകയാണല്ലോ. ഏതൊക്കെ കമ്പനികളാണ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത്, എത്ര രൂപയ്ക്ക് വാങ്ങി, ഓരോരുത്തരും എത്ര രൂപയ്ക്ക് വാങ്ങി, ഏതൊക്കെ പാർട്ടികൾക്കാണ് ഇലക്ട്രൽ ബോണ്ട് കിട്ടിയത്, അവർ എത്ര ബോണ്ടുകൾ വെച്ച് ക്യാഷ് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്, അതായത് എത്ര രൂപയുടെ ബോണ്ടുകൾ ഏതൊക്കെ പാർട്ടികൾ കിട്ടിയിട്ടുണ്ട്. ഇത്രയും വിവരങ്ങൾ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. പക്ഷേ ആര് വാങ്ങിയ ബോണ്ടിൻ്റെ പൈസ ഏത് പാർട്ടിക്ക് കിട്ടി എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഉള്ള വിവരങ്ങൾ തൽക്കാലം കിട്ടിയിട്ടില്ല. അതായത് ഓരോ ബോണ്ടിൻ്റെയും നമ്പർ വേണം. അത് സുപ്രീം കോടതി ഇപ്പോൾ SBIയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആ നമ്പറുകളും ഇപ്പോൾ ലഭ്യമാകും, അടുത്ത ദിവസങ്ങളിൽ ലഭ്യമാകും. അപ്പോൾ ആരാണ് ഒരു പാർട്ടിക്ക് കിട്ടിയ ബോണ്ടുകൾ ആരാണ്, ഏതൊക്കെ കമ്പനികളാണ് യഥാർത്ഥത്തിൽ വാങ്ങിയത് എന്നുള്ള വിവരം നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടുന്നത് വരെ കാത്തിരിക്കുന്നതിന് പകരം കിട്ടുന്നതിന് മുമ്പ് തന്നെ BJP എന്തോ വലിയ കൊള്ളരുതായ്മകൾ കാണിച്ചു, തട്ടിപ്പറിച്ചു എന്നൊക്കെയാണ് പ്രതിപക്ഷ കക്ഷികൾ പറയുന്നത്. പ്രത്യേകിച്ചും കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും ഒക്കെ അത് തന്നെയാണ് പറയുന്നത്. അതായത് BJP അന്വേഷണം CBIയെ കൊണ്ടും അതുപോലെ തന്നെ EDയെ കൊണ്ടുമൊക്കെ അന്വേഷണം നടത്തിപ്പിച്ചിട്ട് ആ കമ്പനികളിൽ നിന്ന് അവർ ബോണ്ടുകൾ വാങ്ങിക്കുന്നു. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന കമ്പനികൾ ബോണ്ടുകൾ വാങ്ങിച്ചതായിട്ട് ഈ രേഖകളിൽ കാണാം. അപ്പോൾ അവരിൽ നിന്ന് തങ്ങൾക്ക് ബോണ്ട് കിട്ടാൻ വേണ്ടി, ഇലക്ഷൻ ഫണ്ട് കിട്ടാൻ വേണ്ടി അവരെ അന്വേഷണം നടത്തി പീഡിപ്പിച്ചു എന്നുള്ള ചാർജാണ് ഇപ്പോൾ പുറത്ത് പ്രതിപക്ഷ കക്ഷികൾ പ്രചരിപ്പിക്കുന്നത്. പക്ഷെ അവർ ഒന്നും അറിഞ്ഞുകൂടാതാണ് പ്രചരിപ്പിക്കുന്നത് എന്നുള്ള ഓർമ്മ വേണം. കാരണം എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്ക് BJPക്ക് ഈ ബോണ്ട് അന്വേഷണം നേരിടുന്ന കമ്പനികൾ BJPക്ക് വേണ്ടിയാണോ ബോണ്ട് വാങ്ങിയത് എന്നുള്ളത് നമുക്ക് വിവരമില്ല. അതിനു മുമ്പേ അവർ പറയും BJPക്ക് വേണ്ടി തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അന്വേഷണം നടക്കുമ്പോൾ അവർ ബോണ്ട് വാങ്ങി, അപ്പം പിന്നെ BJPക്ക് വേണ്ടി അല്ലാതെ മറ്റാർക്കും വേണ്ടി ആവാൻ തരമില്ല. ഇത് അവരുടെ ഒരു അനുമാനമാണ്. അനുമാനങ്ങൾ എപ്പോഴും ശരിയായിരിക്കത്തില്ലല്ലോ. ഇനി അങ്ങനെ അവരാണ് വാങ്ങി, അവർക്ക് ഈ പാർട്ടിക്ക് തന്നെ BJPക്ക് തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് അവർ കണ്ടെത്തിയപ്പോലും BJP അവർക്ക് ഇതിന് പ്രത്യുപകാരമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നും കൂടെ നോക്കണം. ചെയ്തിട്ടുണ്ടെങ്കിൽ BJP ചെയ്തത് തെറ്റ് തന്നെയാണ്. അതായത് ഇലക്ഷൻ ഫണ്ടിന് വേണ്ടി അവരെ പീഡിപ്പിച്ചു എന്നുള്ള ചാർജ് അപ്പോൾ ഉയർത്താം. ഇപ്പോൾ ഉയർത്തുന്നതിൻ്റെ സാങ്കത്യം എന്താണ്, ഒരു ന്യായം എന്താണ്, ഒരു മര്യാദയൊക്കെ വേണ്ടേ? ആകെ 12,000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടാണ് വാങ്ങിയിട്ടുള്ളത്. 12,000 രൂപയിൽ 6,000 ചില്ലാൻ രൂപ BJPക്ക് ലഭിച്ചു. ഏകദേശം പകുതിയോളം കിട്ടി, 48% കണ്ടാണ് BJPക്ക് കിട്ടിയതെന്നാണ് കൃത്യമായിട്ടുള്ള കണക്കുകളിൽ വരുന്നത്. പിന്നെ രണ്ടാമത് കിട്ടിയെന്ന് പറഞ്ഞ് ഒറ്റ സംസ്ഥാനത്ത് മാത്രം അധികാരമുള്ള TMCക്കാണ് 1,600 കോടി രൂപയോളം കിട്ടി. കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇല്ലാതിരിക്കുകയും ഏതാനും ചില സംസ്ഥാനങ്ങളിൽ മാത്രം അധികാരത്തിൽ ഇരിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടി 1,500 കോടി. ഇവർ വല്ലതും പീഡിപ്പിച്ചിട്ടാണോ ഇത് വാങ്ങിച്ചത്? അപ്പം BJP കിട്ടിയത് 6,000 കോടി കിട്ടിയത് പീഡിപ്പിച്ചിട്ടാണെങ്കിൽ ഇവർക്ക് ഈ 1,500 കിട്ടിയത് ഇവരും പീഡിപ്പിച്ചിട്ടായിരിക്കും. കാരണം എന്താ പറയുക, ഇവർക്ക് ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ ഇവർ ഇതുപോലെ പീഡിപ്പിച്ചിട്ടുണ്ടാകും. ഏതെങ്കിലും കേസുകളൊക്കെ അവിടെ ഉണ്ടല്ലോ, ആൻറ്റി കറപ്ഷൻ വിങ്ങുകളൊക്കെ. ഒന്നുകിൽ അങ്ങനെ, അല്ലെങ്കിൽ അനർഹമായിട്ടുള്ള വഴിവിട്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടാവും എന്ന് നമുക്ക് ന്യായമായിട്ടും അനുമാനിക്കാമല്ലോ. അവരുടെ ആ രീതി അനുസരിച്ച് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ ഇതൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ ആ വിവരങ്ങൾ പുറത്തു വരട്ടെ. ഏത് കമ്പനിയിൽ നിന്ന് എത്ര കോടി രൂപയുടെ ബോണ്ടുകൾ ഓരോ പാർട്ടിക്കും കിട്ടിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വരട്ടെ. എന്നിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനുള്ള യുക്തിയും കൂടെ പറയുക. ഇപ്പം യുക്തി ഇല്ലാത്ത കാര്യങ്ങളാണ് ഇപ്പം അന്തരീക്ഷത്തിൽ ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്.
ഈ ബോണ്ടിൻ്റെ കാര്യം പറയുമ്പോഴാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ബോണ്ടിൻ്റെ എമൗണ്ട് ഒന്നും കിട്ടിയില്ലെന്നാണ് ഈ ആദ്യം വന്ന് ലിസ്റ്റിൽ കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ അവർ ബോണ്ട് അല്ലാതെ അവർക്ക് ബോണ്ട് പുത്തിരിയൊന്നുമല്ല. അവർ പണ്ട് ഏറ്റവും കൂടുതൽ ലിറ്ററൽ ബോണ്ട് വാങ്ങിയത് നമുക്ക് സുപരിചിതനായിട്ടുള്ള സാന്റിയാഗോ മാർട്ടിനാണ്. ആ സാന്റിയാഗോ ലോട്ടറി കിങ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സാന്റിയാഗോ മാർട്ടിൻ. ഈ സാന്റിയാഗോ മാർട്ടിനിൽ നിന്നാണ് പണ്ട് ദേശാഭിമാനിക്ക് 2 കോടി രൂപയുടെ ബോണ്ട് വാങ്ങിയത്. ബോണ്ട് കൊടുത്ത് പൈസ വാങ്ങിയത്. അതും ബോണ്ട് ഇവരാണ് തുടങ്ങിയത് ശരിക്ക്. 2 കോടി രൂപയുടെ ബോണ്ട്. പിന്നെ അത് ഒരു ബഹളമായപ്പോഴാണ് തിരിച്ചു കൊടുക്കുമെന്നൊക്കെ പാർട്ടി സെക്രട്ടറിയൊക്കെ അന്ന് പറഞ്ഞ്. പക്ഷേ ഇതുവരെയും തിരിച്ചു ഉണ്ടോ തിരിച്ചു കൊടുത്തു എന്നുള്ളതിന് യാതൊരു വിവരവും അവർ തന്നെ പുറത്ത് വിട്ടിട്ടില്ല. തിരിച്ചു കൊടുത്തിരിക്കാൻ അന്നേരം സാധ്യതയില്ലെന്നാണ് സാമാന്യ ജനങ്ങൾക്ക് അനുമാനിക്കാവുന്നത്. പിന്നെ വേറൊരു മാർഗമുണ്ട് ഫണ്ട് കളക്ഷന്. അത് കരിമണൽ കമ്പനി, കൊച്ചിയിലെ കരിമണൽ കമ്പനിയുടെ ഉടമസ്ഥനായിട്ടുള്ള കർത്ത ചെയ്യുന്ന പണിയാണ്. കർത്തായിൽ നിന്ന് ഈ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പണം മുറ്റുന്നത് സമ്പ്രദായമാണ്. വെറുതെ പണം വാങ്ങിക്കുക. എന്തിനാണ് പണം? പ്രത്യുപകാരം ചെയ്തു കൊടുത്തിട്ട് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ശല്യം ചെയ്യാതിരിക്കാനാണ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പ്രതിപക്ഷ കക്ഷികൾക്കും അതുപോലെ തന്നെ ഭരണകക്ഷിക്ക് ഇഷ്ടം പോലെ. അങ്ങനെയാണ് മാസപ്പടി കേസ് ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രിക്ക് കിട്ടേണ്ടത് മുഖ്യമന്ത്രിയുടെ മകളിലൂടെ വാങ്ങി എന്നുള്ളതാണ് ആരോപണം. അതിൻ്റെ എക്സ്റ്റെൻഡഡ് ഹാൻഡ് എന്നൊക്കെ പറയുന്ന പോലെ കൈ നീട്ടി കൈകൾ ശുദ്ധമായിരിക്കാൻ വേണ്ടി വേറൊരു കൈ വെച്ച് പിടിപ്പിച്ച് ആ കയ്യിൽ നിന്ന് വാങ്ങുക. അത് മകളാകുന്ന കയ്യിൽ കൂടി വാങ്ങുക. ഇതാണ് ആരോപണം. ഞാൻ പറയുന്നതല്ല, എനിക്ക് അറിഞ്ഞുകൂടാ. ഇതാണ് ആരോപണം. ഇതിപ്പം മാറ്റിക്കുഴൽ നാടൻ അതിൻ്റെ തെളിവുകളൊക്കെ ഹാജരാക്കിയിട്ടുണ്ട്. അതൊക്കെ വേറെ കേസ്, അത് പോയിട്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കിട്ടിയിട്ടുണ്ടല്ലോ. കോൺഗ്രസ്സുകാർക്ക് കിട്ടിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി, OC, PV എന്ന് പറയും പിണറായി വിജയൻ, കുഞ്ഞാലിക്കുട്ടി, KK, അങ്ങനെ ആളുകളെല്ലാം വാങ്ങിച്ച് പോക്കറ്റിലിട്ടുകൊണ്ടാണ് ഈ ഇലക്ട്രൽ ബോണ്ടിൽ അഴിമതിയാണെന്ന് പറഞ്ഞ് വിലപിക്കുന്നത്. എന്തൊരു കഷ്ടമാണ് ഇതൊക്കെ. അവർക്ക് കിട്ടിയതൊക്കെ ശരിക്ക് പാർട്ടി ഫണ്ടിലേക്ക് പോയിട്ടുണ്ടോ? അത് തന്നെ നിശ്ചയമില്ല. സ്വന്തമായി വാങ്ങി പോക്കറ്റ് ഇട്ടിട്ട് അഴിമതി ഇലക്ട്രൽ ഫണ്ടിൽ അഴിമതി എന്ന്. ഈ ഇലക്ട്രൽ ഫണ്ടൊന്നും വേണ്ടല്ലോ. ഇപ്പം വേറൊരു ന്യായം ഇതിനകത്ത് എനിക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ പീഡിപ്പിച്ച് വാങ്ങിക്കാനാണെങ്കിൽ എന്തിനാ ഇലക്ട്രൽ ബോണ്ട് സമ്പ്രദായം തന്നെ എന്തിനാണ്? എവരുടെ ഈ സമ്പ്രദായം അഡോപ്റ്റ് ചെയ്താൽ പോരെ? രഹസ്യമായിട്ട് വാങ്ങിക്കുക, ഒരു കണക്കുമില്ല, ഒന്നുമില്ല. അല്ലെങ്കിൽ കണക്ക് വെച്ച് തന്നെ ചെക്ക് മുഖാന്തരം വാങ്ങിച്ചാൽ മതിയല്ലോ. എന്തിനാണ് ഇലക്ട്രൽ ബോണ്ടിൻ്റെ ആവശ്യം? എന്താണ്? പീഡിപ്പിച്ച് വാങ്ങിക്കാനാണെങ്കിൽ ഒരു അന്വേഷണം നടത്തുക, അവരിൽ നിന്ന് പിന്നീട് ഒരു 2 കോടിയോ 10 കോടിയുടെ ഒക്കെ ചെക്ക് വാങ്ങിക്കുക, മതിയല്ലോ. ഇലക്ട്രൽ ബോണ്ട് അഴിമതിയും ബോണ്ടാണെന്നും പറഞ്ഞിട്ട് ബഹളം വെക്കേണ്ട കാര്യമില്ല. ആ ഇലക്ട്രൽ ബോണ്ട് സമ്പ്രദായം അങ്ങനെ പിടിച്ചു പറിക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്തതാണെന്ന് പറയുന്നതിലും ഒരു ന്യായവുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ പിടിച്ചു പറിക്കാനാണെങ്കിൽ അല്ലാതെയും പിടിച്ചു പറിക്കാം. സുപ്രീം കോടതി പറയുന്ന പോലെ കള്ളപ്പണം തടയാനാണെങ്കിൽ അല്ലാതെയും തടയാമല്ലോ എന്ന് പറയുന്നത് പോലെ ഇത് അല്ലാതെയും വാങ്ങിക്കാമല്ലോ. പിന്നെ എന്തിനാണ് ഇത് ഇലക്ട്രൽ ബോണ്ട് സമ്പ്രദായം? എല്ലാവരും ഇനിയിപ്പോൾ അത് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ പിടിക്കപ്പെടും. കാരണം എന്ന് പറഞ്ഞാൽ വെറും പൈസ ആയിട്ട് വാങ്ങിച്ചാൽ, നോട്ടായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ട്രാൻസാക്ഷൻസ് എപ്പോഴും ഒന്നിൽ ചെക്ക് മുഖാന്തരം അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വേണമെന്നുള്ളതാണ് നിയമം. ഇനി ഇതൊന്നുമില്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വന്തം ഒരു ട്രേഡ് മാർക്കായിട്ടുള്ള ഒരു കളക്ഷൻ രീതിയുണ്ട്. അതാണ് ബക്കറ്റ് പിരിവ്. അതും ഈ ആളുകൾക്ക് അധികാരത്തിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലോ കേന്ദ്രത്തിലോ അധികാരത്തിലുള്ള പാർട്ടികൾക്ക് പ്രയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു 15 കോടി കേന്ദ്രത്തിൽ അധികാരത്തിനുള്ള പാർട്ടിക്ക് ഇവിടെ 1 കോടി 2 കോടിയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ബക്കറ്റിൽ പിരിച്ചു കളയും. എങ്ങനെ 2 കോടി രൂപ എവിടുന്നെങ്കിലും സംഭാവന കിട്ടിക്കഴിഞ്ഞാൽ, ഒരു വ്യവസായം എടുക്കുന്ന കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബക്കറ്റ് പിരിവ് അങ്ങ് ആസൂത്രണം ചെയ്തു. എന്നിട്ട് അവസാനം പറയും, ഇന്ന് 2,58,50,537 രൂപ കളക്ഷൻ കിട്ടി എന്ന് പറഞ്ഞൊരു കണക്കാണ്. ആരും പിടിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ആരാ കൊടുത്തതെന്നും അറിയത്തില്ല.
ബക്കറ്റിൽ വീഴുന്ന പൈസ ആരുടെ ആണെന്നുള്ളത് അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ബക്കറ്റിൽ പിരിവ് ഇത്ര കിട്ടി, 2 കോടി ചില്വാനം രൂപ കിട്ടി, ഓക്കെ. അതുപോലെ കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടിയാണെങ്കിലും അവർക്ക് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഒരു ബക്കറ്റ് പിരിവ് നടത്താമല്ലോ. ഒരു ദിവസം തന്നെ 100-500 കോടി അതുപോലെ ബക്കറ്റ് പിരിവ് പിരിച്ചെടുക്കാമല്ലോ. ആ തന്ത്രം അവർക്ക് പ്രയോഗിക്കാമല്ലോ, അങ്ങനെ കള്ളത്തരം കാണിച്ച് ചെയ്യാനാണെങ്കിൽ. അതൊന്നുമല്ല അവർ ചെയ്തില്ല. കുറെ കൂടെ ഈ രാഷ്ട്രീയത്തിലെ കള്ളപ്പണ ഒഴുക്ക് തടയണം എന്നുള്ള ആത്മാർത്ഥമായിട്ട് വിചാരം കൊണ്ടാണെന്നാണ് അവർ പറയുന്നത്. ഇനി കാലം തെളിയിക്കട്ടെ.